തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇരു രാജ്യങ്ങളിൽ നിന്നും അമൃതപുരിയിലേക്ക് എത്തിയ യുവമിഥുനങ്ങൾ 6 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ ഒരുമിക്കുകയാണ്. യുക്രൈൻ സ്വദേശി സാക്ഷയും റഷ്യൻ സ്വദേശി ഒള്ളിയുമാണ് കൊല്ലത്തെ അമൃതപുരിയിൽ വിവാഹിതരായത്. റഷ്യയിലെ മോസ്കോ സ്വദേശിയായ ഒള്ളിയ ഇന്ന് സാവിത്രിയാണ്. ഉക്രൈൻ കീവ് സ്വദേശി സാക്ഷ ശാശ്വതും. യൂറോപ്യൻ സന്ദർശന വേളയിലാണ് മാതാ അമൃതാനന്ദമയെ ഇരുവരും നേരിൽ കാണുന്നത്. പിന്നീട് പലപ്പോഴായി ഒള്ളിയും സാക്ഷയും കൊല്ലത്തെ ആശ്രമത്തിലേക്കെത്തി സേവന പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക പഠനത്തിലും വ്യാപൃതരായി. ഇരുവരും തമ്മിലുള്ള പരിചയം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. സ്വദേശത്തേക്ക് മടങ്ങുമ്പോഴും ഇരുവരും മനസ്സുകൊണ്ടൊന്നായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കൊറോണ കാലഘട്ടമൊക്കെ നേരിൽ കാണുന്നതിന് തടസ്സമായെങ്കിലും അവർ ഏറെ അടുത്തു. ഒടുവിൽ റഷ്യൻ യുക്രൈൻ യുദ്ധം മൂർച്ഛിച്ചപ്പോഴാണ് 2023 ഇരുവരും അമൃതപുരിയിലേക്ക് തിരിച്ചെത്തിയത്. അങ്ങനെ ഏറെ വർഷത്തെ പ്രണയത്തിനൊടുവിൽ മാതാ അമൃതാനന്ദമയിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം. ഈ വിവാഹ മുഹൂർത്തം ഒരു വലിയ സന്ദേശമാണെന്നും ലോകത്തുള്ള എല്ലാ സംഘർഷങ്ങളും അവസാനിക്കാൻ പ്രാർത്ഥിക്കണമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. അമൃതപുരിയിൽ വെച്ച് ഒന്നിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് ഇരുവരും. Хочу сказать, что довольно тяжело говорить на эту тему. Сердце болит за то, что происходит война между Россией и Украиной, потому что я считаю, что мы близкие, братья. И мне хочется, чтобы эта война быстрее закончилась. Я считаю, что любовь превыше всех национальных различий, разногласий. Мы все молимся здесь, в ашраме, самочкой, за то, чтобы эта война быстрее закончилась. I mean, it's not an easy topic to talk about. I mean, war raises the feelings of pain and sorrow. We feel that sorrow for our countries, and we of course wish that this would not be happening. Both the nations would be living in peace, as these are the neighboring nations. But here in Ashram we pray constantly. We pray for peace. Together with Amma, together with other Ashramites, we pray that peace would come, and the faster it comes, the better it is for the whole planet. നിലവിൽ അമൃത സർവകലാശാലയിലെ അമ്മച്ചി ലാബിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് ശാശ്വത്. യുദ്ധമേഖലയിലുള്ളവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൗൺസിലിങ്ങിനും ശാശ്വത് നേതൃത്വം നൽകുന്നുണ്ട്. ആശ്രമ പ്രവർത്തനങ്ങളോടൊപ്പം മനഃശാസ്ത്ര പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സാവിത്രി. ജനം, കൊല്ലം. ഒരു അപൂർവമായ പ്രണയകഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിലാണ് വിവാഹം. രണ്ടുപേരും തമ്മിൽ കോർക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളാണ്, അല്ലേ?